ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബെന്നിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 7ാം ക്ലാസ്സിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ്. ശ്രീമതി സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഭാഗം. പ്രകൃതിയുടെ അത്ഭുതമാണ് 12 വർഷത്തിലൊരിക്കൽ കുറിഞ്ഞിപ്പൂക്കൾ പൂക്കുന്നത്. നീലക്കടൽ പോലെ ആടിക്കളിച്ച് നിൽക്കുന്ന പൂക്കൾ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. വായനക്കാരോട് ഒരിക്കൽ അവിടെ പോകണം, കണ്ണും മനസ്സും കുളിർപ്പിക്കണം എന്ന് ലേഖിക പറയുന്നു. മൂന്നാറിലെ മലനിരകൾ ഒരു പൂങ്കടലായി മാറുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കാറ്റിൽ തിരമാലകൾ പോലെ പൂക്കൾ നൃത്തം ചെയ്യുന്നു. നൃത്തത്തിന് വണ്ടിൻ്റെയും തേനീച്ചയുടെയും മൂളലിൻ്റെ സംഗീതമുണ്ട്. അവിടെ പൂക്കളൊക്കെ പൂത്തു നിൽക്കുമ്പോൾ തുമ്പി, അതേപോലെ ചിത്രശലഭങ്ങൾ, കിളികൾ, ഇവരുടെയൊക്കെ ചിറകടിയുടെ താളം അവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഗീതം അവിടെ കേൾക്കുകയാണ്. വണ്ടും തേനീച്ചയുമെല്ലാം മൂളുന്നു, തുമ്പിയും ചിത്രശലഭങ്ങളുമെല്ലാം പാടിക്കളിക്കുന്നു, ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. അതേപോലെ അവിടെ ഒരു മധുസ്വരമുള്ള ചിരി കേൾക്കാം. വനദേവതകളുടെ ചിരിയാവാം, അല്ലെങ്കിൽ ചോലയുടേതാവാം എന്ന് പറയുന്നു. മെയ്യിൽ മഞ്ഞ പൂമ്പൊടിയോടെ വായുവിൽ പരിമളം പടർത്തി നീലക്കറുപ്പുള്ള വണ്ടുകൾ പാറിക്കളിക്കുന്നു. അങ്ങനെ മനോഹാരിതയുടെ ഒരു മേളം തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് കണ്ണുകൂമ്പി ഏറെ നേരം അവിടെ നിന്നുപോയി എന്നാണ് ലേഖിക പറയുന്നത്. പിന്നെ പറയുന്നു, ഓർക്കൂ, ഇവരുടെ കാലം കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും, ഉണങ്ങിപ്പോകും. പിന്നെ എല്ലാം ശൂന്യമാണ്, നിശ്ചലമാണ്, നിശബ്ദമാണ്. ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ പറഞ്ഞു സംഗീതം, അതേപോലെ തന്നെ സുന്ദരമായിട്ടുള്ള ചിരി, ഇതൊക്കെ ഇല്ലാതായിട്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. പക്ഷേ വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? 12 വർഷം കഴിഞ്ഞാൽ വീണ്ടും അവയെല്ലാം പൂത്തു വിരിയും. വസന്തം വന്ന് കാഹളം വിളിക്കുമ്പോൾ ആ വിളി കേട്ട് മണ്ണിനടിയിലെ വിത്തുകളെല്ലാം ഞെട്ടി ഉണർന്ന് കൂപ്പുകൈയോടെ പുറത്തേക്ക് വരും. അങ്ങനെ വീണ്ടും ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഗീതം, ഉത്സവം വീണ്ടും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഈ ഭൂമിയുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പൂക്കളുടെ ഈ ഉത്സവം, ഈ മേളം, ഈ സംഗീതം, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയല്ല. പിന്നെയോ 1000 ശലഭങ്ങൾക്ക് വേണ്ടി, വണ്ടുകൾക്ക് വേണ്ടി, തേനീച്ചകൾക്ക് വേണ്ടി, കാണാൻ കഴിയാത്ത പ്രാണികൾക്ക് വേണ്ടി, അങ്ങനെ മണ്ണിനെ, ഭൂമിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ്. അല്ലാതെ നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതി ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും വസന്തവുമൊക്കെ ഒരുക്കി വെക്കുന്നത് എന്നാണ് പറയുന്നത്. ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ സുന്ദരമായ ദൃശ്യങ്ങളെല്ലാം കാണാൻ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നുകൂടി സുഗതകുമാരി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ആ മനോഹാരിതയാണ് ഈ പാഠഭാഗം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ കാഴ്ച, പൂക്കൾ പൂത്തു നിൽക്കുന്ന വിസ്മയ ദൃശ്യം, ചുറ്റും പാറിക്കളിക്കുന്ന വണ്ടുകളും ശലഭങ്ങളും തേനീച്ചയുടെയുമെല്ലാം മൂളലും, അതേപോലെ ആ സുന്ദര ദൃശ്യം കാണുമ്പോൾ മനസ്സിനും കണ്ണിനുമുണ്ടാകുന്ന കുളിരിനെ പറ്റിയെല്ലാം ഈ ലേഖനത്തിൽ മനോഹരമായി തന്നെ പറയുന്നു. മാത്രമല്ല, മണ്ണിനെ നശിപ്പിക്കുന്ന മനുഷ്യർക്ക് ഒരു താക്കീത് കൂടി നമുക്കിതിൽ കണ്ടെത്താൻ കഴിയുന്നു. മണ്ണിനെ നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, മണ്ണിനെ നശിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയല്ല ഈ വസന്തമെല്ലാം ഭൂമി ഒരുക്കി വെക്കുന്നത്. ഇതിനു വേണ്ടിയാണ്, മണ്ണിനെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ മണ്ണിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, അതേപോലെ പൂക്കളെ ഒക്കെ ഇഷ്ടപ്പെട്ട് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ശരിക്കും ഈ വിസ്മയമെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ആ വിസ്മയം കാണണമെങ്കിൽ നമ്മളെല്ലാവരും ഭൂമിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആശയമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ തന്നെ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി എന്നുള്ള കവിതയുടെ ആസ്വാദനം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഇനിയും വീണ്ടും വരും. താങ്ക് യു.